ആ സാധനം ചെരിഞ്ഞു പോയതാ, എന്നിട്ട് വള്ളി കെട്ടി വെച്ചേക്കാ ബലത്തിന് വേണ്ടിട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടി. അതന്നെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മുറ്റത്തെ മുല്ലയാണ്. എന്നാൽ ആർക്കും വലിയ മണമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുഴയൊക്കെ ഉണ്ട്. ഇത് ഈ റിവറിൻ്റെ പേര് എന്നിട്ടാണെന്നറിയോ? അല്ല, സാലേ. ഈ പാല ആടുന്നുണ്ട്. എല്ലാ പാലാന്ന് ഇത് കെട്ടിച്ചാണ് ഇതല്ലേ, അതുകൊണ്ട് ബലം കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓഫർ കാണിക്കാം നമ്മൾ. ഞാനും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. ആ അതെ. അപ്പോൾ ഫസ്റ്റ് ലോക്കിൽ തന്നെ തുടങ്ങാം. ലവ് ലോക്ക്. ഒരു ലവ്, 2 ലവ്. ഇത് വിശ്വാസം ഇല്ലാത്തവരോടേ ഒരു ഉറപ്പിക്കാൻ വേണ്ടി. നിനക്ക് എന്നെ വിശ്വാസമില്ല? അതെ, അത് തെറ്റിദ്ധാരണയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാട്ടുവഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. കിളികളുടെ ആരവം, പുഴയുടെ ആരവം, പിന്നെ നിന്റെ ആരവം എൻ്റെ ആരവം മാത്രമേ ഉള്ളൂ, വേറെ ആരവൊന്നുമില്ല. ജർമ്മൻസിന്റെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് കയാക്കിങ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ തടയണ. നല്ല ഒഴുക്കുണ്ട്, ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വെള്ളം നല്ല തണുപ്പുണ്ട്. ഓ രക്ഷിച്ചേട്ട, നല്ല തണുപ്പുണ്ട്. സമ്മറാണെന്നുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. കാണാൻ തോന്നുന്നു. ഇതിനെയാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയാം. നാട്ടിലെ പോലെ നടക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് ഊരിട്ട് നടന്നതാ. നിറച്ച് കക്ക ഞാൻ ഉണിക്ക് എന്നിട്ടായിരുന്നു സാധനം. എവിടെയുണ്ട് ബീച്ച്? കൊള്ളാം. ഓ തണുക്കണു. പക്ഷെ നല്ല രസമുണ്ട്. നല്ല ക്ലിയർ വെള്ളം. ഒഴുക്കുണ്ടാ? എനിക്കധികം തോന്നിയില്ല കണ്ടിട്ട്. നല്ല സണ്ണി ഡേ വന്ന് നല്ല രസമുണ്ടാവും. പക്ഷെ വെയില് കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല. കയാക്കി 4 പേരായിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. നാട്ടിലെ പുഴയിൽ പോയി ഇവിടെ വന്നിട്ട് പുഴയിൽ പോവാറുണ്ട്. മറ്റേ ബീച്ചില്ലേ, ആർട്ടിഫിഷ്യൽ ബീച്ച്, അവിടെ മാത്രമേ പോകാറുള്ളൂ. ഇങ്ങനത്തെ ഒരു പുഴയിൽ പോകാനൊക്കെ കുറവാണ്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. നാട്ടിലൊരു വൈബ്. പക്ഷെ നല്ല തണുപ്പ്. കുറച്ചുകൂടി സണ്ണിയായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ നല്ല രസമായിരിക്കും. നമ്മുടെ ചിമ്മിനി ഡാമിൽ പോയപ്പോഴുള്ള, പാലപ്പള്ളി പോയപ്പോഴുള്ള അതേ വൈബില്ലേ? ഈ ഭാഗമില്ല. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ അടിപൊളി സ്ഥലം ഉണ്ടെന്ന്. പായൊക്കെ വിരിച്ച് റേഡിയോ ഒക്കെ പിടിച്ച് ഫുഡൊക്കെ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വരാം. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കണ പോലെ തോന്നി. സൂക്ഷികളൊക്കെ നടന്നോ, ചിലപ്പോൾ സിംഹം പുലിയൊക്കെ വരും. വിജനമായ സ്ഥലമാണ്. പുഴയുടെ സൗണ്ടൊന്നും ഇല്ല, കിളിയുടെ നാദം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു സാധനം കെട്ടി നോക്കിയിട്ടേക്കണം. നമ്മുടെ സിയൂസ് കനാലിൽ വെള്ളം പൊന്തിച്ചിട്ട് കപ്പലുകൾ പാസ് ചെയ്യും. അതുപോലത്തെ ചെറിയ സെറ്റപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ കാണിച്ചാണ് 200 വർഷം പഴക്കമുള്ള ആ ഒരു കനാല്. ഇത് ഹൈറ്റിൽ കൂട്ടിയിട്ട് അവിടെ നിന്ന് പൊന്തിച്ചിട്ട് ബോട്ട് കൊണ്ടുപോകണ പരിപാടി. ഇതാണ് അതിൻ്റെ അടുത്തുള്ളൊരു കോട്ട, അബാൻഡൻ കോട്ട. അങ്ങനെ നമ്മൾ വന്നോടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന സ്ഥലം. തിരിച്ചു ഇവിടെ തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് കൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. Cheers.